Hello everyone, welcome to EGS Weird Classes. ഇന്നത്തെ ഈ ഒരു സെഷനിൽ സെക്കൻഡ് സെമിസ്റ്ററിലെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന പേപ്പറിലെ യൂണിറ്റ് 5-ലെ ലാസ്റ്റ് സെഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സെഷനോട് കൂടെ നമ്മുടെ ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് ആവും കേട്ടോ. ഇപ്പൊ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് സ്കൂൾ കരിക്കുലത്തിൽ ഇമ്പാർട്ട് ചെയ്യുക, എങ്ങനെയാണ് അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു. ഇനി സെക്കൻഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ മെത്തേഡുകളിലൂടെയാണ് നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സ്കൂളിൽ കൊണ്ടുവരാന്നുള്ളതാണ് നോക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഡിസ്കഷൻ മെത്തേഡിനെ കുറിച്ച് ഓൾറെഡി പഠിച്ചു. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സെമിനാറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്താ സെമിനാർ എന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മളൊരു ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ലെക്ചർ കഴിഞ്ഞതിന് ശേഷമോ നമ്മൾ ഒരു സ്റ്റുഡൻസിനെ ഒരു സ്ട്രക്ചേർഡ് ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു ഡിസ്കഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെമിനാർ എന്ന് പറയാം. ഓൾറെഡി പറഞ്ഞു അല്ലെ, ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് സെമിനാർ കണ്ടക്ട് ചെയ്യാം, ക്ലാസ് എടുത്തതിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യാം, സെമിനാർ കണ്ടക്ട് ചെയ്യാം. ചില സമയത്ത് ഏത് ടഫ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ കുട്ടികളിലോട്ട് എത്തിക്കാനും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സെമിനാർ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സെമിനാർ കണ്ടക്ട് ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും, കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ചധികം ഡീപ്പിലുള്ള കാര്യങ്ങളും ഒക്കെ ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് കിട്ടും. പിന്നീട് നമുക്ക് ക്ലാസ് എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും, കാരണം ആ കുട്ടികൾക്ക് എന്തുണ്ട്, ഓൾറെഡി അറിയാം നമ്മൾ ആ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് അവർ ഫെമിലിയർ ആയിട്ടുണ്ട്. എന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഒന്നുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നുകയാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇത്ര മാത്രം അറിഞ്ഞാൽ പോലെ ഒന്നുകൂടെ ഇലാബറേറ്റ് ആയിട്ട് കുട്ടികൾക്ക് അറിയണം, അത് കുട്ടികൾക്ക് ഒന്നുകൂടി യൂസ്ഫുൾ ആയിരിക്കും എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, സെമിനാർ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഡിഫറെന്റ് വ്യൂ പോയിന്റിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇതിലൂടെ ഒന്നുകൂടെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ഈ ഒരു സെമിനാറിലൂടെ അവർക്ക് പോസിബിൾ ആകും. അപ്പോൾ സെമിനാർ നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യാറുണ്ട്, ക്ലാസ് എടുക്കുന്നതിന് മുമ്പും ക്ലാസ് എടുത്തതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു മെത്തേഡുകളൊക്കെ നിങ്ങൾ പഠിക്കുന്നത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ എനിക്ക് എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യാൻ പറ്റുക, അങ്ങനെ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റണം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം കൊണ്ട് മാത്രം കാര്യമില്ല, കുറച്ചും കൂടെ മനസ്സിലാക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യാം. അല്ലെങ്കിൽ നല്ല ടഫായിട്ടുള്ള ഒരു പോർഷനാണ് അവര് പഠിച്ചു വന്ന ലോവർ ക്ലാസ്സുകളിലൊന്നും അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല, അവർക്ക് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ബേസിക് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് സെമിനാർ കണ്ടക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡിഫറെന്റ് മെത്തേഡുകൾ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സെമിനാറിൽ നമ്മൾ യൂഷ്വലി പേപ്പർ പ്രസന്റേഷൻ ഫോർമാറ്റിലും ഉണ്ടാവാറുണ്ട്, സ്പീച്ച് ഫോർമാറ്റിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സെമിനാർ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഓഡിയൻസ് ആണ് എന്ത് ചെയ്യാറുള്ളത്, പേപ്പറും കാര്യങ്ങളും ഡിസ്കഷനിലുള്ള ഫൈൻഡിങ്സിനെയും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യൽ ഓഡിയൻസ് ആണ് കേട്ടോ. അപ്പൊ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് സെമിനാർ വളരെ ഫെമിലിയർ ആയിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ഡെപ്തിൽ പറയേണ്ടതെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു സെമിനാറിലെങ്കിലും പങ്കെടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ മെയിൻലി നമ്മൾ സെമിനാർ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യുക, ടീച്ചർ സെമിനാറിന്റെ പർപ്പസിനെ കുറിച്ചിട്ടും ഒബ്ജക്റ്റീവിനെ കുറിച്ചിട്ടും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെ. പിന്നീട് നമ്മൾ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്യും എന്തൊക്കെ ലിറ്ററേച്ചർ ആണ് നമ്മൾ, അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഡാറ്റ കണക്ട് ചെയ്യേണ്ടത്, ഏത് ഫോർമാറ്റിൽ ഏത് എന്താ പറയുക സ്റ്റെപ്പ് ഏത് സീക്വൻസിലാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, കളക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈൻഡിങ്സുകളൊക്കെ എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് ഒരു എന്താ പറയുക ഒരു ഓർഡറിൽ നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാം, അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കെയർഫുൾ ആയിട്ടുള്ള പ്ലാനിങ്ങുകൾ നടത്തും. പിന്നീട് നമ്മൾ പ്രസന്റേഷൻ പോകുന്നത് അല്ലെ. പ്രസന്റേഷൻ യൂഷ്വലി വരാറുള്ളത് ഒരു 30 to 45 മിനിറ്റ്സ് ഒക്കെ നമ്മൾ പ്രസന്റേഷന് വേണ്ടിയിട്ട് എടുക്കും. പിന്നെ അതായത് ഒരു കുട്ടി ആദ്യം എന്ത് ചെയ്യും, പ്രസന്റ് ചെയ്യൂല, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യും. യൂഷ്വലി 30 to 45 മിനിറ്റ്സ് ആണ് നമ്മൾ പ്രസന്റേഷൻ എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആ പ്രസന്റ് ചെയ്ത ടോപ്പിക്കിനെ കുറിച്ച് അതിലുള്ള കണ്ടന്റുകളെ കുറിച്ചിട്ട് നമുക്കൊരു ഡിസ്കഷൻ വരാനായിട്ട് അല്ലെ. അതൊരു 10 to 15 മിനിറ്റ്സ് എന്നുള്ള ഫോർമാറ്റിലാണ് എടുക്കുക. ഓരോ കുട്ടികൾക്കും പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനും അതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കാനൊക്കെ ഉള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ടൈമുകൾ നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ ഈ ഒരു സെമിനാറിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ഈ ഒരു പ്രസന്റേഷനെ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സ്റ്റുഡൻസിന്റെ ഇടയിൽ തന്നെയുള്ള കുട്ടികളെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും,
സെലക്ട് ചെയ്ത് വെക്കും, ചില ഒബ്സർവേഴ്സിനെ സെലക്ട് ചെയ്ത് വെക്കും. കാരണം എന്താണ് ലാബിലൂടെ കിട്ടിയെന്നുള്ളത് ഫൈനലൈസ് ചെയ്തിട്ട് നമുക്ക് പറയണം, അല്ലെ കൺക്ലൂഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒബ്സർവറിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്ത് വെക്കാം, സെലക്ടഡ് ഒബ്സർവേഴ്സിനെയൊക്കെ നമുക്ക് ടീച്ചർക്ക് ഓൾറെഡി സെലക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒബ്സർവേഷൻ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അഡ്വാൻസിൽ തന്നെ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ എങ്ങനെയാണ് ഒബ്ജക്റ്റീവ്, നമ്മുടെ സെമിനാറിന്റെ ഒബ്ജക്റ്റീവ്സുകളൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഈ ഒബ്സർവർ പ്രോപ്പറായിട്ട് ഈ ഒരു പ്രസന്റേഷൻ ടൈമിൽ ചെയ്യും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ സ്റ്റുഡന്റ് പ്രസന്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ പ്രസന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. മെയിൻലി പ്രസന്റേഷൻ ടൈം വരിക 30 to 45 മിനിറ്റ്സ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷൻ ഉണ്ട്, അത് 10 to 15 മിനിറ്റ്സ് ആണ് വരിക. ഈ ഡിസ്കഷൻ ടൈമിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഈ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഈ ഒരു സെമിനാറിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവരെങ്ങനെയാണ് ഒബ്സർവ് ചെയ്യേണ്ടത്, അതായത് ഒബ്ജക്റ്റീവ്സ് ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒബ്സർവ് ചെയ്യാനുള്ള പാറ്റേൺ ഒക്കെ അവർ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ പ്രസന്റേഷനെ ഒബ്സർവ് ചെയ്യാൻ ഒരു ഒബ്സർവർ അതായിട്ട് കുട്ടികളെ അറിയിക്കും. അപ്പൊ ഇങ്ങനെ സെമിനാർ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? കുട്ടികളുടെ കോംപ്രിഹെൻഷൻ സ്കില്ലും ഇവാലുവേഷൻ സ്കില്ലൊക്കെ ഇത് സെമിനാർ ത്രൂ ഇംപ്രൂവ് ആവില്ലേ. കാരണം ഓഡിയൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് നിൽക്കുന്നത് കുട്ടികളാണ്. അപ്പൊ അവർക്ക് ഒരു പെർട്ടിക്കുലർ ഒരു സെമിനാർ കണ്ട്, ഒരു പ്രസന്റേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വരികയാണ് അല്ലെ. അപ്പൊ അതുപോലെ അത് അവർക്ക് എന്താ, അവരുടെ ലേണിങ്ങിലൊക്കെ യൂസ് ചെയ്യാം. ഒരു കണ്ടന്റ് അവർ വായിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടന്റ് ഇതിൽ എത്ര പാർട്ടിനെ ഞാൻ പഠിക്കണം, അല്ലെങ്കിൽ എക്സാമിന്റെ കുറച്ച് ദിവസം മുമ്പ് പഠിക്കാം, എക്സാം ഓറിയന്റഡ് ആയി ഞാൻ ഈ ഒരു കണ്ടന്റിന്റെ ഏതൊക്കെ പാർട്ടുകളാണ് പഠിക്കേണ്ടത്, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ നമുക്ക് സാധിക്കൂലേ. ഇവാലുവേഷൻ സ്കിൽസുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ ഇവാലുവേഷൻ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവാലുവേഷൻ സ്കിൽസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെമിനാർസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോണ്ടെക്സ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ സെമിനാറിലൂടെ കുട്ടികൾക്ക് പറ്റും. അതുപോലെ അവരുടെ നമ്മൾ പറഞ്ഞില്ലേ, സെമിനാറിൽ പ്രസന്റേഷൻ ടൈം ഉണ്ട്, ഡിസ്കഷൻ ടൈം ഉണ്ട്. ഡിസ്കഷൻ ടൈമിൽ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ കുട്ടികളുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യാനൊക്കെ നമുക്ക് സെമിനാർ ത്രൂ കഴിയും. അവർ കുട്ടികൾ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുപോലെ ഈ എടുക്കുന്ന ആൾ തന്നെയാണ് ആ ക്വസ്റ്റ്യന് പ്രോപ്പർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാനും അതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊക്കെയുള്ള എബിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ സെമിനാർ ത്രൂ സാധിക്കുന്നുണ്ട് കേട്ടോ. മെയിൻലി ചില കുട്ടികൾക്ക് നല്ല പേടി ഉണ്ടായിരിക്കും, ഒരു ക്രൗഡിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള പേടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ഓൾറെഡി അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള അവരുടെ ക്ലാസ്സിൽ അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളോടാണ് ചോദിക്കുന്നത്. അപ്പൊ അവർക്ക് ഒന്നും കൂടെ ഒരു കുഴപ്പമില്ല, എന്റെ ഒപ്പം പഠിക്കുന്നവരല്ലേ, അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഒരു വലിയൊരു ക്രൗഡിന്റെ മുന്നിൽ നിന്നും അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പ്രൊവൈഡ് ചെയ്യുന്നതിനൊന്നും പ്രശ്നം ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ കുട്ടികളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനൊക്കെ നമുക്ക് സെമിനാർ ത്രൂ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഡെവലപ്പ് സെൽഫ് റിലയൻസ്, സെൽഫ് കോൺഫിഡൻസ്, കോപ്പറേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി. സെമിനാറിലൂടെ കുട്ടികളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ഒരു ഡാറ്റ പ്രസന്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കുട്ടികളെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അപ്പൊ ഇവാലുവേഷൻ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെമിനാറിലൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് വർക്ക്ഷോപ്പ്. നമുക്ക് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ എൻവയോൺമെന്റൽ അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വർക്ക്ഷോപ്പുകൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ അല്ല കേട്ടോ. എൻവയോൺമെന്റൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പൊല്യൂഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ട് സ്കൂളുകളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. ഏതെങ്കിലും ഒരു സെഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ സെലക്ട് ചെയ്തിട്ട് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, മെയിൻലി എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാം. ഇങ്ങനെ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയൂലേ, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പ്രസന്റ് ചെയ്യുന്ന മാത്രമല്ല, അതായത് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന മാത്രമല്ല, വർക്ക്ഷോപ്പുകളിൽ നമ്മൾ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും, സിലബസുകൾ ഉണ്ടായിരിക്കും, മാനുവൽസ് ഉണ്ടായിരിക്കും, അതുപോലെ ക്രിറ്റിക്കൽ റിവ്യൂസ് ഉണ്ടായിരിക്കും. അങ്ങനെ റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, മോഡൽസുകൾ, ലെസൺ പ്ലാൻസുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ഇങ്ങനെ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ സ്റ്റുഡൻസിന്റെ കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടോർ ഡൊമൈൻ, അതായത് എല്ലാ ഡൊമൈൻസിനും ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർക്ക്ഷോപ്പുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഡൊമൈനെയും ഈക്വലി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും.
വർക്ക്ഷോപ്പ് ആക്ടിവിറ്റീസിന്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വർക്ക്ഷോപ്പിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മെയിൻലി ചെയ്യാണ് ചെയ്യുക അല്ലെ. വർക്ക്ഷോപ്പുകളിൽ നമ്മൾ ഏതെങ്കിലും മോഡൽസ് ഒക്കെ ഉണ്ടായിരിക്കും, അത് നമ്മൾ കാണിച്ചു കൊടുക്കും, അങ്ങനെയുള്ള ഫോർമാറ്റിലാണ് വരിക അല്ലെ. ലേണിംഗ് ബൈ ഡൂയിങ് ആണ് മെയിൻലി. ഇപ്പൊ കുട്ടികൾക്ക് എന്താ, കുട്ടികൾ ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ടെക്നിക്കുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് വർക്കുകളെ കുറിച്ചിട്ട്, വർക്ക് കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെ അവർക്കൊരു ഐഡിയ ഉണ്ടാവും അല്ലെ. ഒരു വർക്ക്ഷോപ്പ് വളരെ എന്താ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി മാത്രം വിചാരിച്ചാൽ പറ്റുമോ? ഇല്ല അല്ലെ. എല്ലാവരും കൂടെയുള്ള ഒരു കോപ്പറേഷനിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക്ഷോപ്പുകളൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ചില കുട്ടികൾ എന്തായിരിക്കും വർക്ക്ഷോപ്പുകളിൽ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ചില കുട്ടികൾ അത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ സെഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് വർക്ക്ഷോപ്പുകൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നടക്കുക അല്ലെ. അപ്പോ ഒരു ഐഡിയാസ് ഷെയർ ചെയ്യുക, ടീച്ചേഴ്സുമായിട്ട് ഷെയർ ചെയ്യുക, സ്റ്റുഡൻസ് ആയിട്ട് ഷെയർ ചെയ്യുക, അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക്ഷോപ്പുകളിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടോർ സ്കിൽസുകളൊക്കെ ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ ഡെവലപ്പ് ആവുന്നുണ്ട്. അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പുകളിലൂടെ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഫീൽഡ് ട്രിപ്പ് ആണ്. ഫീൽഡ് ട്രിപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എങ്ങനെയാ ഫീൽഡ് ട്രിപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുക? നമ്മൾ ഏതെങ്കിലും ഒരു, ഇപ്പൊ നമ്മൾ എൻവയോൺമെന്റൽ പൊല്യൂഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കാം. കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, നമ്മൾ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ ഡംപ് ചെയ്യുന്നതുകൊണ്ടാണ്, ഫാക്ടറിയിൽ നിന്നൊക്കെ ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസ് ഓവറായിട്ട് ഡംപ് ചെയ്യുന്നതുകൊണ്ട് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് ഭയങ്കര മടുപ്പായിരിക്കും അല്ലെ. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് കുട്ടികൾ കൊണ്ടുപോകാം. എന്നിട്ട് എന്ത് ചെയ്യാം, അവർക്ക് കാണിച്ചു കൊടുക്കാം. കണ്ടല്ലേ, ഈ എൻവയോൺമെന്റൽ പൊല്യൂഷൻ വന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാ, നമുക്ക് സ്മെൽ ചെയ്യുന്നുണ്ട്, ബാഡ് ആയിട്ടുള്ള സ്മെല്ലുകൾ വരുന്നുണ്ട്, നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അല്ലെ. ഫോട്ടോ ശ്വസിച്ചിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്, ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവരുടെ റിയൽ ലൈഫുമായിട്ട് എന്താ, അവര് ആക്ച്വലി അതിലോട്ട് ഇറങ്ങി ചെയ്യാണ് അല്ലെ. അവര് ഫേസ് ചെയ്യാണ് ആ ഒരു സിറ്റുവേഷന്. അപ്പൊ അവർക്ക് ഒന്നുകൂടെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാവാനും അത് അവരുടെ മൈൻഡിൽ നിന്ന് പോവില്ല അല്ലെ. അപ്പൊ പിന്നീട് അവര് ഒരു കാര്യം ചെയ്യുമ്പോൾ അവരതിനെ കുറിച്ച് അവെയർ ആയിരിക്കും. ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, വേണ്ട ഇത് ഞാൻ കെപ്റ്റ് ചെയ്യാം, ഇങ്ങനെ വലിച്ചെറിയണ്ട, അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി അവരിലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫീൽഡ് ട്രിപ്പിലൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കുട്ടികളിലോട്ട് എത്തിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് മെയിൻലി എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള സ്പോട്ടുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഫീൽഡ് ട്രിപ്പ് എന്താ പറയാ എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി ഫീൽഡ് ട്രിപ്പുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്ലേസസ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഏതൊക്കെ ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസ് ആണ് ആ ഒരു ഫീൽഡ് ട്രിപ്പിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ടീച്ചർ ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കണം. അതുപോലെ ടീച്ചേഴ്സ് കുട്ടികളെ കൊണ്ട് പോകുന്നതിന് മുമ്പായിട്ട് അതിന് മുമ്പ് ആ ഒരു പ്ലേസ് ഒക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ് അല്ലെ. അപ്പൊ ടീച്ചേഴ്സിന് ആ ഒരു പ്ലേസിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കൊടുക്കാം, ഈ ഒരു പ്ലേസിൽ ഇങ്ങനെ വന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ വേറെ പ്ലേസിൽ അവിടെ കൂടെ നമുക്ക് പോയി നോക്കാം. അങ്ങനെ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം, ഒന്നുകൂടെ എന്താ അറിയുന്ന സ്ഥലമായി കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടെ എഫക്റ്റീവ് ആയിട്ട് ഫീൽഡ് ട്രിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫീൽഡ് ട്രിപ്പ് കുട്ടികളെ കൊണ്ട് പോകുന്നതിന് മുമ്പായിട്ട് ടീച്ചേഴ്സ് ആ ഒരു പ്ലേസ് പോയി വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളോട് പറയാം, എന്ത് റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറയാം. എന്താ നിങ്ങൾ അവിടെ കണ്ടത്, നിങ്ങൾക്ക് എന്താണ് അവിടെ മനസ്സിലായത്, ഈ ഒരു ഫീൽഡ് ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു, ഡ്രോയിങ്സുകളും സ്റ്റോറീസും പോയമുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം അല്ലെ. അപ്പോൾ ആ ഒരു ഫീൽഡ് ട്രിപ്പ് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു, കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റിപ്പോർട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫീൽഡ് ട്രിപ്പിലൂടെ നമുക്ക് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ അവയർനെസ് അവരുടെ മൈൻഡിൽ വളരെ ഡെപ്തില് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫീൽഡ് ട്രിപ്പിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഫീൽഡ് സർവേ ആണ് കേട്ടോ. ഫീൽഡ് സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള എന്തെങ്കിലും ഇവന്റിനെ ബേസ് ചെയ്തിട്ട് ഇവന്റിനെ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫീൽഡ് സർവേ. നമ്മൾ കുറെ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സർവേ നടത്തും അല്ലെ. ഫീൽഡ് ട്രിപ്പും ഫീൽഡ് സർവേ തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ വിചാരിക്കുന്നു. ഫീൽഡ് സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ആളുകളായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് ഫീൽഡ് സർവേ എന്ന് പറയാം. ഫീൽഡ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ പ്ലേസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ. അത് മെയിൻലി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയൊന്നുമല്ല.
നമ്മൾ എന്ത് ചെയ്യാണ് ആ ഒരു പ്ലേസിനെ പോയിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതിലാണ്. ഫീൽഡ് സർവേയിൽ നമ്മൾ ഒരുപാട് ലോക്കൽ ആളുകളുടെ അവിടെയുള്ള ആളുകളുടെ ഒപ്പീനിയൻ ഒക്കെ നമ്മൾ ഗ്യാദർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫീൽഡ് സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ പ്രോബ്ലത്തിന്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് പിക്ചർ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. കാരണം എന്താ, എൻവയോൺമെന്റൽ പ്രോബ്ലം ഏതെങ്കിലും ഒരു പ്ലേസിലുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അത് അഫക്ട് ചെയ്യുന്ന ആളുകളെ ഡയറക്റ്റ് പോയിട്ട് മീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഡാറ്റാസ് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഫസ്റ്റ് ഹാൻഡ് പിക്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒരു ക്ലാസ് റൂം ലേണിങ്ങിനെക്കാട്ടിലും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റുഡൻസിന് എൻവയോൺമെന്റിന്റെ വേരിയസ് ആക്ടിവിറ്റീസ്, അതായത് വേരിയസ് ഇവന്റ്സുകൾ, വേരിയസ് ആസ്പെക്റ്റുകളൊക്കെ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു വില്ലേജിനെ കുറിച്ച് പഠിക്കാൻ, റിവറിനെ കുറിച്ച് പഠിക്കാൻ, ലേക്കിനെ കുറിച്ച് പഠിക്കാൻ, പൊല്യൂഷൻ പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കാൻ, ഏതെങ്കിലും ലിവിങ് ബീങ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാനൊക്കെ ഫീൽഡ് സർവേ യൂസ്ഫുൾ ആണ്. ഇതിൽ ഫീൽഡ് സർവേ നടത്തുന്ന സമയത്തും ആ ഒരു എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ഫീൽഡ് സർവേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ കളക്ട് ചെയ്യേണ്ട ഡാറ്റ ഒരു സ്ഥലത്തും നമ്മൾ പോയി അന്വേഷിക്കുന്ന വേറെ സ്ഥലത്തായിരിക്കും അല്ലെ. അപ്പം ഫീൽഡ് ട്രിപ്പിൽ പറഞ്ഞ പോലെ തന്നെ മുന്നേ ആ ഒരു പ്ലേസിനെ കുറിച്ച് അറിഞ്ഞു വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽഡ് സർവേകളൊക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം, അതിന്റെ റിപ്പോർട്ട് ചെയ്യണം. ആ ഒരു ഫോർമാറ്റിലാണ് ഫീൽഡ് സർവേ വരിക. ഇനി ഫീൽഡ് സർവേയുടെ കുറച്ച് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിൽ ഫീൽഡ് സർവേയുടെ ഒബ്ജക്റ്റീവ് വരുന്നത് ലേണേഴ്സിനെ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവയർനെസ്സുകൾ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് സർവേനെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും, അതുപോലെ ഒരാളുടെ എക്സ്പീരിയൻസ് ഒക്കെ ആള് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ ഒക്കെ നമ്മൾ കാണുമ്പോൾ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യാനും, ഒബ്സർവേഷൻ സ്കിൽ, ഇന്റർപ്രിട്ടേഷൻ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും. ഇനി നമ്മൾ ഫീൽഡ് സർവേ യൂഷ്വലി ഒരൊറ്റ മാത്രം പോകല്ലേ ചെയ്യല, ഒരു ഗ്രൂപ്പായിട്ടല്ലേ പോവാം. അപ്പൊ ഗ്രൂപ്പിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആളുകൾക്ക് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് വർക്കുകൾ, ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെ എൻകറേജ് ചെയ്യാം എന്നുള്ളതിനൊക്കെ ഈ ഒരു മെത്തേഡിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സർവേ ടൂൾസ്, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളെ കുറിച്ചിട്ടൊക്കെ കുട്ടികൾക്ക് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടും ഈ ഒരു മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെക്ക് ലിസ്റ്റ് ഒക്കെ ഇങ്ങനെ പറയൂലേ, പഠിച്ചു പോകും. ആ ചെക്ക് ലിസ്റ്റ് നമ്മളൊന്ന് യൂസ് ചെയ്താലല്ലേ നമുക്ക് ഒന്നുകൂടെ ആ ഒരു ടൂളിനെ വെച്ചിട്ട് ബെനിഫിറ്റഡ് ആയിട്ട് മനസ്സിലാവുക, അല്ലെങ്കിൽ ഒന്നുകൂടെ പ്രോപ്പർ ആയിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ടൂൾസുകളൊക്കെ ഫെമിലിയറൈസ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു സർവേ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഈ ഒരു സർവേക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ചെയ്ത സർവേ പ്ലാൻ ചെയ്യാം, ഏതൊക്കെ ടൂൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. ആ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഒബ്സർവേഷൻസ് ഒക്കെ നമ്മൾ എഴുതി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഫൈൻഡ് ചെയ്തിട്ടുള്ള ഒബ്സർവേഷൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. പിന്നെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ചെയ്യാം, റിസൾട്ടുകൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതോറിറ്റീസിന് ഷെയർ ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു എൻവയോൺമെന്റൽ പൊല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീൽഡ് സർവേ ആണ് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് എന്തൊക്കെ ഒബ്ജക്റ്റീവുകളാണ്, എന്തൊക്കെ ആ ഒരു പ്രോബ്ലത്തിന്റെ എന്തൊക്കെ തലങ്ങളാണ് ഞാൻ സർവേയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനൊരു ഐഡിയ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് സർവേ പ്ലാൻ ചെയ്യും, ഏതൊക്കെ ടൂൾസ്, ചെക്ക് ലിസ്റ്റ് ആണോ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് സർവേ നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഒബ്സർവേഷൻസ് ഒക്കെ എഴുതി വെക്കൂല. എന്നിട്ട് ഈ ഒബ്സർവേഷൻസ് ഒക്കെ ഞാൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കൺക്ലൂഷൻസ് ഞാൻ എഴുതി വെക്കും. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതോറിറ്റീസിന്, ഗവൺമെന്റ് അതോറിറ്റീസിന് എനിക്ക് ഈ ഫീൽഡ് സർവേ എനിക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അല്ലെ. അപ്പൊ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ അവർ അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുക്കാനും ആ ഒരു പ്രോബ്ലത്തെ ഇല്ലാതാക്കാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മുടെ റിസൾട്ട് അതോറിറ്റീസുമായിട്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി എങ്ങനെയാണ് ഫീൽഡ് സ്റ്റഡീസിന്റെ എഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എസ് എ ഒക്കെ ഫീൽഡ് സ്റ്റഡീസ് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പ്രൊജക്ട് മെത്തേഡ് ആണ്. എല്ലാവർക്കും അറിയണ്ടായിരിക്കും പ്രൊജക്ട് മെത്തേഡ്. നിങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ലാസ്റ്റ് സെമിസ്റ്ററിൽ പ്രൊജക്ട് എന്തായിട്ടും ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മൾ പ്രൊജക്ട് മെത്തേഡ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ ഇൻക്ലൂഡ് ചെയ്യാനും അല്ലെങ്കിൽ സ്കൂളുകളിൽ അത് നടപ്പിലാക്കാനും നമുക്ക് പ്രൊജക്ട് മെത്തേഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. മെയിൻലി പ്രൊജക്ട് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ സെറ്റിംഗ്സിൽ
നമുക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രൊജക്ട്. അത് നമ്മുടെ ഒരു ആക്ടിവിറ്റി സ്കൂളുകളിൽ നടത്താം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്കൂളിന്റെ പുറത്ത് വെച്ചിട്ടൊക്കെ പ്രൊജക്ട് നടത്താം. ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെങ്കിൽ ലേണിംഗ് ബൈ ലിവിങ് എന്നുള്ള പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പ്രൊജക്ട് അല്ലെ. അതായത് അതിൽ എന്തെങ്കിലും കാര്യം വായിച്ചു മനസ്സിലാക്കുക എന്നുള്ളതല്ല, ചെയ്ത് മനസ്സിലാക്കുകയാണ് പ്രൊജക്ടുകളിലൂടെ നടത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റിലൂടെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ കുട്ടികളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊജക്ട് മെത്തേഡ് തന്നെ കൺസ്ട്രക്ഷണൽ ടൈപ്പ് ഉണ്ട്. അതായത് സ്കൂൾ മ്യൂസിയം, ഗാർഡൻ ഉണ്ടാക്കുക, സ്പെസിമെൻ കളക്ട് ചെയ്യുക, അങ്ങനെയുള്ള കൺസ്ട്രക്ഷണൽ ടൈപ്പും ഉണ്ട്, ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പും ഉണ്ട്. അതായത് സ്റ്റഡീസിന്റെ കേസിലൊക്കെ നോക്കാം, സീഡ് ജെർമിനേഷൻ സ്റ്റഡി, അതുപോലെ പ്ലാന്റ് ലൈഫ് റിസർച്ച്, ആനിമൽസ് ഒബ്സർവേഷൻ, ഇതൊക്കെ ബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ടോപ്പിക്കുകളായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് റിലേറ്റ് ചെയ്തിട്ടും ഇതുപോലെ കൺസ്ട്രക്ഷണൽ ടൈപ്പിൽ നമ്മൾ എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്ന ടൈപ്പിലുള്ള പ്രൊജക്ടുകളും ഉണ്ടായിരിക്കും, ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പിലുള്ള പ്രൊജക്ടുകളും ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ട് ടൈപ്പിലുള്ള പ്രൊജക്ടുകളാണ് മെയിൻലി ഉള്ളത്. ഇനി പ്രൊജക്ട് എങ്ങനെയാ ക്യാരിഡ് ഔട്ട് ചെയ്യാന്നാണെങ്കിൽ ക്ലാസ്സിലുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. ഓരോ ഗ്രൂപ്പിനും നമ്മൾ ഡിഫറെന്റ് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കും അല്ലെ. എന്നിട്ട് ഓരോ കുട്ടികളും ചെയ്ത വർക്കുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഫൈനലായിട്ട് പ്രൊജക്ട് പ്രസന്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ഫോം ചെയ്യുന്ന രീതിക്കാണ്, ഒരു കൺക്ലൂഷൻ നമുക്ക് എത്തിച്ചേരുന്ന ഫോർമാറ്റിലാണ് പ്രൊജക്ടിന്റെ വർക്കുകൾ വരുന്നത്. ഇനി നല്ലൊരു പ്രൊജക്ട് നമ്മൾ ക്യാരിഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അത് എന്നുള്ളത് നോക്കാം കേട്ടോ. ടീച്ചേഴ്സിന്റെയും ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത് ടീച്ചേഴ്സും ലേണേഴ്സും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല പ്രൊജക്ട് വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ടീച്ചേഴ്സ് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് നല്ല എന്താ പറയുക ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുട്ടികൾ ഒരു ആക്റ്റീവ് അല്ലാതെ, കുട്ടികൾ വലിയൊരു താല്പര്യം കാണിക്കാതെ നിന്ന് കഴിഞ്ഞാൽ പ്രൊജക്ട് വർക്കുകൾ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ കുട്ടികൾ നല്ല രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് നല്ല രീതിക്ക് പ്രൊജക്ട് വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവരെ ഗൈഡ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ ഒരു ടീച്ചർ ഇല്ല എന്നുണ്ടെങ്കിലും പ്രൊജക്ട് വർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, ചാൻസ് പ്രൊജക്ട് വർക്ക് അവർ പോകുന്ന വേ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യാൻ ഒരു ടീച്ചറും മസ്റ്റ് ആയിട്ടും പ്രൊജക്ട് വർക്കിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ രണ്ടാളുകളുടെയും ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷനിലൂടെയാണ് നമുക്ക് നല്ലൊരു പ്രൊജക്ട് വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട് വർക്കുകൾ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ പ്രൊജക്ട് വർക്കിന് ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അതിനൊരു എഡ്യൂക്കേഷണൽ വാല്യൂ ഉണ്ടായിരിക്കണം, അത് പ്രാക്ടിക്കബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, അതിൽ മാക്സിമം ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കണം, ആ ഒരു കണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതുപോലെ പ്രൊജക്ട് വർക്കുകൾ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോർമാറ്റിലുള്ളതായിരിക്കരുത്. ഒരുപാട് എക്സ്പെൻസ് ചിലപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ടോപ്പിക്കുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ എന്ത് ചെയ്യാം, ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ വരാം അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും എക്സ്പെൻസ് കുറഞ്ഞ ടൈപ്പ് കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള പ്രോജക്ട് ടോപ്പിക്കുകളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസുകളൊക്കെ ആ ഒരു ഫോർമാറ്റിലുള്ളതാവാം. അതുപോലെ കുട്ടികളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് എബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന ഫോർമാറ്റിലുള്ള ടോപ്പിക്കുകൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇപ്പൊ പ്രൊജക്ട് വർക്കുകൾ നമ്മൾ ചെയ്യുന്നതിലൂടെ മെയിൻലി ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള ഫോമാണ് അല്ലെ. അതായത് ലേണിംഗിന്റെ ലോസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പ്രൊജക്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് എഫക്ട്, ഈ 3 ലോസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പ്രൊജക്ട് മെത്തേഡ്. ലോസുകൾ നിങ്ങൾക്ക് അറിയോ, സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ലോ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരു കാര്യം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മെന്റലി അതിന് റെഡി ആയിരിക്കണം. ഓക്കെ, ഇതാണ് ലോ ഓഫ് റെഡിനെസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലോ ഓഫ് എക്സസൈസ് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉള്ളതാണ്. പിന്നെ ലോ ഓഫ് എഫക്ട് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനല്ല, ജസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാറുണ്ട് പ്രൊജക്ട് വർക്കുകൾ നമ്മുടെ കോപ്പറേറ്റീവ് ആക്ടിവിറ്റിനെയും ഗ്രൂപ്പ് ഇന്ററാക്ഷനൊക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അത് പ്രൊജക്ട് വർക്കുകൾ എപ്പോഴും ഒരു ഡെമോക്രാറ്റിക് വേ ഓഫ് ലേണിംഗ് ആണ്. ടീച്ചറിന് ഇതിന് റോൾ ഉണ്ട്. എന്താ, കുട്ടികൾ എന്തെങ്കിലും അവർ എക്സിക്യൂട്ട് ചെയ്യുന്ന മെത്തേഡുകൾ തെറ്റാണെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഗൈഡ് ചെയ്യാന്നുള്ള റോളേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചൂസ് ചെയ്യുന്നത്. ഏതാണ് പ്രൊജക്ടിന്റെ ടോപ്പിക് എന്നുള്ളത് കുട്ടികളാണ് ചൂസ് ചെയ്യുന്നത്, ഏതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്ലാൻ എന്നുള്ളത് അവരാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അവരാണ് യൂസ് ചെയ്യുന്നത്, കൺക്ലൂഷൻ എന്താണെന്നുള്ളത് ഒക്കെ അവരുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് പ്രൊജക്ട് വർക്ക്സ് ആ ഡെമോക്രാറ്റിക് വേ ഓഫ് ലേണിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ തന്നെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരുടെ ഒബ്സർവേഷൻ എബിലിറ്റി ഒക്കെ കൂടാനും
എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്ത് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. അപ്പൊ അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഒരു കാര്യം പുതുതായിട്ടുള്ള ഒരു കാര്യം ഒരുപാട് വർക്ക് ചെയ്തിട്ട് അവർക്ക് ഒരു ആൻസർ കിട്ടുകയാണ്. അപ്പൊ അത് കണ്ടെത്തുന്നതിന്റെ ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ അങ്ങനെ ലേണിംഗ് ഒരു ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര സന്തോഷത്തിൽ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറും പ്രൊജക്റ്റിലൂടെ ചെയ്യുകയാണെങ്കിൽ. നിങ്ങൾക്ക് തന്നെ അറിയുന്നതായിരിക്കും, നല്ല ടഫായിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ ഡിഗ്രി ലെവലിലൊക്കെ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അറിയുന്നതായിരിക്കും. നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് അല്ലെ. അപ്പോൾ അതൊക്കെ ഡെവലപ്പ് ചെയ്യാനും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവാനൊക്കെ ഈ ഒരു പ്രൊജക്ട് മെത്തേഡിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളുടെ കൺസ്ട്രക്റ്റീവ് ക്രിയേറ്റീവ് തിങ്കിങ്ങും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പ്രൊജക്ട് മെത്തേഡിലൂടെ പറ്റുന്നുണ്ട്. ഇത്രയും ബെനിഫിറ്റ്സുകൾ പ്രൊജക്ട് മെത്തേഡ് ഉണ്ടെങ്കിൽ കൂടെ അതിന് കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്. ഡിഗ്രേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സാണ്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിലബസ് തീർക്കുന്നതോടുകൂടെ തന്നെ ഈ കുട്ടികളുടെ വർക്ക് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അതിനൊരു എക്സ്ട്രാ ടൈമും എക്സ്ട്രാ വർക്കുകളൊക്കെ ആവശ്യമായിട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിനായിട്ട് കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ സിലബസുകൾ കവർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് വരും. ഇപ്പൊ ഈ ഡിഗ്രി ലെവലിലൊക്കെ പ്രൊജക്ട് വർക്കുകളൊക്കെ ഇപ്പൊ ഈ ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിച്ചെടുത്താറേ നമ്മള് ലാബില് നമ്മുടെ സിലബസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പിന്നെ എക്സ്ട്രാ ടൈം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ പ്രൊജക്ട് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ മേ ബി പ്രൊജക്റ്റിന് ഓവറായിട്ട് കൺസിഡറേഷൻ കൊടുത്തിട്ട് സ്റ്റഡീസിൽ ബാക്ക്വേർഡ് ആവാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് അല്ലെ. അതുപോലെ തന്നെ ഏത് പ്രൊജക്ട് വർക്കുകളൊക്കെ നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലാതെ ഇന്ന പ്രൊജക്റ്റിന് ഇന്ന ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഇന്ന മെറ്റീരിയൽ യൂസ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ ഓരോ ബുക്സുകൾ കവർ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഇന്ന പോയിന്റ് ഈ പ്രൊജക്റ്റിന് ഓക്കെ ആണെന്നുള്ളത് നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്ത് കൊണ്ടുവരാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ സിലബസ് ബുക്കുകളൊക്കെ കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ പ്രൊജക്ട് മെത്തേഡിന്റെ ഒരു ഡിഫിക്കൽറ്റി ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഈ കോളേജുകളിലൊക്കെ എന്ത് ചെയ്യാ, വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള സ്കൂളുകളിലൊക്കെ നല്ലൊരു ലൈബ്രറി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ബുക്കുകളൊക്കെ കിട്ടണമെങ്കിൽ മേ ബി എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റുഡൻസിന് അത് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ ഇതിന് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ഡിമെറിറ്റുകളും പ്രൊജക്ട് മെത്തേഡിനുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സിബിഷനെ കുറിച്ചിട്ടാണ്. എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സെക്കൻഡ്, സോറി. ഓക്കെ, അപ്പൊ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ട് സ്കൂളുകളിലോട്ട് എത്തിക്കാൻ വേണ്ടി നമുക്ക് എക്സിബിഷൻ എന്നുള്ള ഒരു മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെ. അതായത് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്, പ്രോജക്റ്റുകൾ, കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഒരു സ്റ്റോൾ ഇട്ടിട്ട് കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും ഒരു എക്സിബിഷനിലൂടെ അല്ലെ. അതായത് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ നമുക്കൊരു ഹാളിലൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അതെല്ലാ സ്റ്റുഡൻസിനും കാണിക്കുന്ന ഫോർമാറ്റിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലെ. അപ്പൊ അവയർനെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനും ഏതെങ്കിലും ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലംസിന് ഈ എക്സിബിഷനിലൊക്കെ ഏതെങ്കിലും ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലത്തിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ ചെയ്യാം, എന്തൊക്കെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം, അതിന് നമുക്ക് എങ്ങനെയൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്താം എന്നുള്ളതൊക്കെ നമുക്ക് ഈ ആക്ടിവിറ്റീസിലൂടെയൊക്കെ കാണിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് വാട്ടർ പൊല്യൂഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട്, ക്വാളിറ്റി ഉള്ള വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വാട്ടർ ഫിൽറ്റർ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, ഡിഫറെന്റ് ലേയേഴ്സിൽ മണ്ണൊക്കെ ഇങ്ങനെ നിറച്ചിട്ട് ഫിൽറ്റർ സിസ്റ്റം ഒക്കെ നമ്മൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ഡിഫറെന്റ് മോഡൽസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ കുട്ടികൾ ഇങ്ങനെ കണ്ടുപഠിക്കുകയാണല്ലേ. അപ്പൊ അവർക്ക് എന്താ ഇതിപ്പോ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ നെക്സ്റ്റ് അതിന്റെ റിസൾട്ട് വരിക, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. ആ ഒരു കാര്യത്തിലൂടെ പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ കുട്ടികളോട് കൺവേ ചെയ്യാൻ പറ്റും. കാരണം എന്താ, ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്, അവർ കണ്ടു മനസ്സിലാക്കുകയാണ്. അപ്പൊ അതൊന്നും കൂടെ എഫക്റ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ കുട്ടികളുടെ പ്രൊജക്ട് വർക്കുകളൊക്കെ നമുക്ക് എക്സിബിഷനിൽ യൂസ് ചെയ്യാവുന്നതാണ്. എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും കുട്ടികൾ പ്രൊജക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു എക്സിബിഷനിലൂടെ നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടെ കാണിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരുടെ പ്രോബ്ലംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയും സൊല്യൂഷൻസ് എങ്ങനെയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സ്റ്റുഡൻസ് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെ.
അപ്പൊ ഒന്നും കൂടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷനിലൂടെ നമുക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബട്ട് ഇത് ഈ ഒരു പ്രോസസ്സ് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് റൂമോ അല്ലെങ്കിൽ ഒരു ടീച്ചറും കുറച്ച് സ്റ്റുഡൻസും മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ എക്സിബിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു സ്കൂളിലുള്ള എല്ലാ ആളുകളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് മെത്തേഡ്സ് വേണം, അഡിക്കേറ്റ് ആയിട്ടുള്ള ഫണ്ട് വേണം, ഓർഗനൈസേഷൻ കമ്മിറ്റി വേണം, സബ് കമ്മിറ്റീസ് വേണം, പ്ലാൻസ് ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം, ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യണം. അല്ലെ, ഏതൊക്കെ കുട്ടികളാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കേണ്ടത്, അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഓരോ ഡ്യൂട്ടീസ് ഒക്കെ അസൈൻ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് എക്സിബിഷൻ ക്യാരി ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് പ്രോപ്പർ ആയിട്ട് ഡാറ്റ ഐഡൻസ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ എക്സിബിഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെയും നമുക്ക് ആവശ്യമുണ്ട്. അല്ലെ, ഇത്രയും കാര്യങ്ങൾ അതായത് ഒരു സ്കൂളിലുള്ള എല്ലാവരും ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഫോർമാറ്റിലാണ് നമുക്ക് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി എക്സിബിഷന്റെ അഡ്വാൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. അല്ലെ, ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒന്നുകൂടെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കും. അതുപോലെ കുട്ടികളുടെ ഒബ്സർവേഷൻ പവർ, അനാലിസിസ് പവർ, അതുപോലെ അപ്ലിക്കേഷൻ പവർ ഒക്കെ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഈ ഒരു മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാർട്ടിസിപ്പേഷൻ സ്കിൽസ് ബിൽഡ് ചെയ്തെടുക്കാനും കുട്ടികളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യാനും കുട്ടികൾക്ക് സയന്റിഫിക് ആറ്റിറ്റ്യൂഡും അതെങ്ങനെയാണ് റിയൽ ലൈഫിൽ സയൻസ് എങ്ങനെയാണ് അപ്ലിക്കബിൾ ആവുക എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ എക്സിബിഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്യുന്നുണ്ട്. സയന്റിഫിക് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിബിഷൻ യൂസ് ചെയ്യാം. അല്ലെ, നമ്മളൊരു ക്ലാസ് റൂം ഓരോ ക്ലാസ്സിലും പോയിട്ട് ഇങ്ങനെ അവയർനെസ് കൊടുക്കുന്നതിന് പകരം ഒരൊറ്റ എക്സിബിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ സ്കൂളിലുള്ള കുട്ടികൾക്ക് നമുക്ക് ആ ഒരു എക്സിബിഷനിലൂടെ ആ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാനൊക്കെ പറ്റും. അല്ലെ, അപ്പൊ ഒരു ലാർജ് കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് അവയർനെസ് കൊടുക്കാനൊക്കെ ഈ ഒരു മെത്തേഡ് ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള മെത്തേഡാണ് വീഡിയോസ് കേട്ടോ. വീഡിയോസ് മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്ത് എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ഒക്കെ ഓവറായിട്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഹസാർഡ്സ് ഒക്കെ ഓവറായിട്ട് വന്നിട്ടുള്ള ചില ഏരിയാസ് ഉണ്ടായിരിക്കും. അവിടെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് കുട്ടികളെ കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ കണ്ടു പഠിപ്പിക്കുക എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് എഫക്റ്റീവ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് യൂസ് ചെയ്യാം കേട്ടോ. അതായത് വീഡിയോ ത്രൂ നമുക്ക് പറഞ്ഞു നോക്കാം, ഈ സ്ഥലം കണ്ടോ ഇങ്ങനെ ആയത്, ഇത് ഇങ്ങനെ വന്നതാണ്, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത്, അങ്ങനെ എന്ത് ചെയ്യാം, വീഡിയോസ് ത്രൂ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അപ്പൊ അത് ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വായിച്ച കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ആ ഫീൽഡ് വിസിറ്റ് ചെയ്ത് പോകുന്ന ഒരു ഫീല് കുട്ടികൾക്ക് കിട്ടും ചെയ്യും. അപ്പൊ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് വീഡിയോസിലൂടെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കുട്ടികളിലോട്ട് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എന്നുള്ള മെത്തേഡിലൂടെ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അവയർനെസ് ഒക്കെ കുട്ടികളിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള വീഡിയോസിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ മെയിൻലി ടെലിവിഷൻ പ്രോഗ്രാംസുകളിലൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ അല്ലെങ്കിൽ വീഡിയോസിലൂടെ ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അല്ലെ, അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ പാസീവ് ഒബ്സർവർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവർക്ക് മേ ബി ചില കുട്ടികളൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവർക്കും അത് എഫക്റ്റീവ് ആയിട്ട് എത്തിക്കോളണം എന്നില്ല. അപ്പൊ ആ ഒരു ലിമിറ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസിൽ വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളെ വീഡിയോസിൽ മെയിൻലി കാണിച്ചു കൊടുക്കുക നമ്മുടെ ടെലിവിഷൻ പ്രോഗ്രാംസുകളൊക്കെ, എഡ്യൂക്കേഷണൽ ടെലിവിഷൻ പ്രോഗ്രാംസുകളൊക്കെയാണ് കാണിച്ചു കൊടുക്കുക. അപ്പം ഈ ടെലിവിഷൻ പ്രോഗ്രാംസുകളൊക്കെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാല്, ടെലിവിഷൻ പ്രോഗ്രാംസ് ഓൾറെഡി റെക്കോർഡ് ചെയ്ത വീഡിയോസ് ആകുമ്പോൾ കുഴപ്പമില്ല, നമുക്കത് കാണിച്ചു കൊടുക്കാം. ടെലിവിഷൻ പ്രോഗ്രാംസ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു ടൈമിലല്ലേ അത് നടപ്പാക്കും. 3:30 PM ഇന്ന പ്രോഗ്രാം അങ്ങനെയല്ലേ ടെലിവിഷനിൽ വരിക. അപ്പൊ ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്ത് പറ്റിക്കോണമെന്നില്ല, നമുക്ക് കുട്ടികൾക്ക് നമ്മുടെ അക്കാദമിക് ഷെഡ്യൂളൊക്കെ ആ ഒരു സമയത്ത് വേറെ ഏതെങ്കിലും പീരീഡുള്ള സമയത്താണെങ്കിൽ ആ ഒരു പീരീഡിനെയൊക്കെ അത് എഫക്ട് ചെയ്യില്ലേ. അപ്പം ഇങ്ങനെ അക്കാദമിക് ഷെഡ്യൂളും TV പ്രോഗ്രാമിംഗ് ടൈമിങ്ങും ഒക്കെ മാച്ച് ചെയ്യാന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു ഡിഫിക്കൽറ്റി ആയിട്ട് വരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു വലിയ ക്ലാസ് റൂമിൽ ചെറിയൊരു TV സ്ക്രീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ബാക്കിലൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്ക് അത് പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റിക്കോട്ടെന്നില്ല. അതുപോലെ സൗണ്ട് ഒക്കെ കുട്ടികൾ ഓവറായിട്ട് സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് ഈ വീഡിയോസിൽ പറയുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഈ ഒരു മെത്തേഡിനുണ്ട് കേട്ടോ.
ഇനി എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെലിവിഷൻ പ്രോഗ്രാംസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്യാൻ ദർശൻ, DD കിസാൻ, കൽവി TV ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈ ക്വാളിറ്റി ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കുട്ടി എഡ്യൂക്കേഷനിൽ ഒരു സോഷ്യൽ ഇക്വാലിറ്റി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിലുള്ള കുട്ടികൾക്കും സെയിം പ്രോഗ്രാംസ് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ എല്ലാ ഫെസിലിറ്റീസ് ഉള്ള കുട്ടികൾക്കും സെയിം പ്രോഗ്രാംസ് തന്നെയാണ് TV കൂടെ കിട്ടുന്നത് അല്ലെ. അതായത് എല്ലാ ലേണേഴ്സിനും കിട്ടുന്നത് എന്താ, ഒരേ പ്രോഗ്രാംസ് ആണ്. അപ്പൊ അതിലൂടെ നമുക്ക് ലേണിംഗിൽ ഒരു അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ഒരു സോഷ്യൽ ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും പഠിക്കുന്ന സെയിം കോൺസെപ്റ്റുകൾ തന്നെയല്ലേ. അപ്പൊ എല്ലാവർക്കും ഒരേ രീതിക്കുള്ള എഡ്യൂക്കേഷൻ പോസിബിൾ ആവുന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാണല്ലേ, എന്നിട്ട് അവരെ അതിലേക്ക് കൺക്ലൂഷൻ എത്താണ്. അപ്പൊ സ്കൂൾ ഫീഡിംഗ് ഒക്കെ ഒഴിവാക്കി ഒരു പരിധി വരെ കുട്ടികളുടെ സെൽഫ് ലേണിങ്ങിനെ എൻകറേജ് ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഈ ടീച്ചിങ് മെത്തേഡ്സുകൾ അല്ലെങ്കിൽ കരിക്കുലം ഒക്കെ പെട്ടെന്ന് ചേഞ്ച് ആവാം. അപ്പൊ ഈ ചേഞ്ച് കരിക്കുലത്തിനൊക്കെ അഡാപ്റ്റ് ചെയ്യാന് നോർമൽ നമ്മൾ ടീച്ചിങ് മാത്രം ആകുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ടീച്ചേഴ്സ് അതിനോടൊന്ന് അഡാപ്റ്റ് ആണ്, ഇന്നൊരു കുട്ടികൾക്ക് പറഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ആ ഒരു ഡിഫിക്കൽറ്റി ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലിവിഷൻ പ്രോഗ്രാംസ് ഒരു പരിധി വരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് ഉണ്ടായിരിക്കും അല്ലെ, അതായത് ആ ഒരു ചേഞ്ചിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പേർട്ട് ഉണ്ടായിരിക്കും. ആ ഒരു എക്സ്പേർട്ട് ടെലിവിഷൻ പ്രോഗ്രാംസിലൂടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓരോ സ്കൂളുകളിലുള്ള ടീച്ചേഴ്സും അതിലെന്താവണം, എഫിഷ്യന്റ് ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ അവർ പ്രോപ്പർ ആയിട്ട് അത് മനസ്സിലാക്കി എടുക്കണം അല്ലെ. അപ്പൊ ഇവിടെ ഈ ഒരു മെത്തേഡ് ഇമ്പാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബട്ട് ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് കുട്ടികൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കുകയാണ്, അവരിൽ എന്ത് കോപ്പറേഷനോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റോ ബോഡി റിലേഷൻഷിപ്പോ ഒന്നും ഡെവലപ്പ് ആവുന്നില്ല അല്ലെ. അവര് കാണുന്നു, മനസ്സിലാക്കുന്നു. അതിന്റെ പുറകെ പോയവരാണെങ്കിൽ അതൊന്നും കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പൊ കുട്ടികളുടെ ആ ഒരു അതിനോടുള്ള താല്പര്യത്തിന് അനുസരിച്ചിട്ട് അതിന്റെ എഫക്റ്റീവ്നെസ് മാറാന്. അപ്പൊ ലാക്ക് ഓഫ് ഇന്ററാക്ഷൻ ഇതിന്റെ മെയിൻ പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ കുട്ടികളൊന്നും ചെയ്ത് പഠിക്കുകയല്ല ചെയ്യുന്നത്, നോ ഹാൻഡ് നോ ഓൺ എക്സ്പീരിയൻസ് ആണ് അല്ലെ. അതായത് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് അല്ല ഉള്ളത്. കുട്ടികൾ ജസ്റ്റ് വായിക്കുകയാണ് അല്ലെങ്കിൽ ജസ്റ്റ് വാച്ച് ചെയ്യാണ്, അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് അങ്ങനെ ലേണിംഗ് ബൈ ഡൂയിങ് അല്ല. അപ്പൊ അതും അതിന്റെ ലിമിറ്റേഷൻ ആണ്. അതുപോലെ ലേണേഴ്സ് ഇതിലൊരു പാസീവ് ലേണറാണ്. അതുപോലെ സ്ക്രീനിന്റെ സൈസ്, അൺക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ്, അതൊക്കെ ഇതിന്റെ ഒരു എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കാം. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അക്കാദമിക് ഷെഡ്യൂളും TV പ്രോഗ്രാമിന്റെ ടൈമിങ്ങും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ഇങ്ങനെയുള്ള കുറച്ച് ലിമിറ്റേഷൻസും ഈ ഒരു മെത്തേഡിനുണ്ട്. ഇപ്പൊ നമ്മൾ കുറേ മെത്തേഡ്സുകൾ പറഞ്ഞില്ല. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നമുക്ക് സ്കൂളുകളിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ മെത്തേഡ്സുകൾ പറഞ്ഞു. ഈ മെത്തേഡ്സ് കൂടാതെ നമുക്ക് ഗെയിംസുകളിലൂടെ, സിമുലേഷനിലൂടെ, ഡിബേറ്റുകളിലൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽസുകൾ റീഡ് ചെയ്യുന്നതിലൂടെ, അതുപോലെ എൻക്വയറിംഗ് മെത്തേഡിലൂടെ, ഗസ്റ്റ് ലെക്ചേഴ്സ്, അതായത് പുറത്തുനിന്നൊക്കെ സ്കൂളിൽ വേറെയുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ ടീച്ചേഴ്സിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ടീച്ചേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ നടപ്പിലാക്കാവുന്നതാണ്. ഇനി മെയിൻലി സ്കൂളുകളിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നടപ്പിലാക്കാറുള്ളത് വീഡിയോ ക്ലിപ്സുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട്, അതായത് നേച്ചറിന്റെ ബ്യൂട്ടിയെ കുറിച്ചിട്ടും എന്തെങ്കിലും നേച്ചറിന്റെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ടുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്സുകളിലൂടെയൊക്കെ കാണിച്ചു കൊടുക്കുന്നതിലൂടെയും, അതുപോലെ എൻവയോൺമെന്റൽ ക്ലബ്സുകളിലൂടെയും ഒക്കെയാണ് മെയിൻലി എൻവയോൺമെന്റൽ പ്രോഗ്രാംസ് നമ്മൾ സ്കൂളുകളിലാക്കാറുള്ളത്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഡേയ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ എൻവയോൺമെന്റൽ ഡേയ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്തത് നമുക്ക് നല്ല ഓർമ്മ ഉണ്ടായിരിക്കും അല്ലെ. ഞാനൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പൊ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കേമാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഒരു തൈ തരുന്നത്, നമ്മളത് നടുക, മറ്റേ അതിനൊരു ബുക്കൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒന്നും കൂടെ പ്രോപ്പർ ആയിട്ട് എൻവയോൺമെന്റുമായിട്ട് അറ്റാച്ച് ആവാനൊക്കെ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡുകളുണ്ട്. എൻവയോൺമെന്റൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാം, ആ ഡേയിൽ പ്ലാൻ ചെയ്യുക, അതുപോലെ എന്തെങ്കിലും കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുക, കൾച്ചറൽ ഇവന്റ്സ് കണ്ടക്ട് ചെയ്യുക. അതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എൻവയോൺമെന്റിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് കുട്ടികളിലോട്ട് എത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹൈജീൻ, സാനിറ്റേഷൻ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെയും നമുക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ എത്തിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഹൈജീൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണൽ ഹൈജീൻ, ബോഡി ക്ലോത്ത്, സറൗണ്ടിങ്സ്, അതിന്റെ ക്ലീൻലിനെസ് എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡ്രിങ്കിങ് വാട്ടർ സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള പേഴ്സണൽ ഹൈജീനെ കുറിച്ചിട്ടും, അതുപോലെ പബ്ലിക് ഹൈജീൻ,
ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തൊക്കെ ഹൈജീനാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്, പബ്ലിക് ആയിട്ടുള്ള സ്പേസുകളിൽ യൂട്ടിലൈസേഷൻ നടക്കാതിരിക്കുക, വേസ്റ്റുകൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക, വലിച്ചെറിയാണ്ടിരിക്കുക, അതുപോലെ എന്താ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് വാക്സിനേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോഴുള്ള പബ്ലിക് ഹൈജീനെ കുറിച്ചിട്ടും അതുപോലെ സാനിറ്റേഷനെ കുറിച്ചിട്ടും, അതായത് ഒരു ഓവറോൾ നോക്കുമ്പോഴുള്ള വാട്ടർ പൊല്യൂഷൻസിനെ കുറിച്ചിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പബ്ലിക് ടോയ്ലറ്റ്സുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള മെത്തേഡ്സുകളെ കുറിച്ചിട്ടൊക്കെ അവയർനെസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മെത്തേഡുകളിലൂടെയൊക്കെയാണ് നോർമലി എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂളുകളിൽ നടപ്പിലാക്കാറുള്ളത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു 3 എന്താ പറയാ ഓർഗനൈസേഷൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഓർഗനൈസേഷൻസിനെ കുറിച്ചും കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു പോകാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ്. UNEP എന്ന് പറയുന്നത്. ഓക്കെ, അത് മെയിൻലി ഗ്ലോബൽ ലെവലിൽ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് UNEP എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് മെയിൻലി കൺട്രീസുകളിലൊക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രാക്ടീസുകളും പോളിസീസ് ഫോളോ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു ഫോർമാറ്റിലാണ് മെയിൻലി ഇത് വർക്ക് ചെയ്യുന്നത്. അത് മെയിൻലി അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നൈറോബി, കെനിയ അങ്ങനെയുള്ള പ്ലേസുകളിലൊക്കെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അതിന്റെ ഓഫീസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6 റീജിയണൽ ഓഫീസസ് ഉണ്ട്. അതുപോലെ തന്നെ മെനി കൺട്രീസ്, ഒരുപാട് കൺട്രീസുകളിലും ഇതിന്റെ റീജിയണൽ ഓഫീസസ് വരുന്നുണ്ട് കേട്ടോ. ഇനി UNEPയുടെ ഫംഗ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയർ, മറൈൻ ആൻഡ് ലാൻഡ്, എൻവയോൺമെന്റൽ ഗവേണൻസ്, അതുപോലെ ഗ്രീൻ എക്കോണമി ഒക്കെ പ്രോപ്പറായിട്ട് ഗെറ്റ് ചെയ്യാന്നുള്ളതൊക്കെയാണ്, അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് UNEPയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. അതിന്റെ ഒരു മെയിൻ റോള് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ അഗ്രിമെന്റിനെ ഒക്കെ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ എൻവയോൺമെന്റൽ സയൻസ്, അതുപോലെ എൻവയോൺമെന്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവയർനെസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുക, അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ UNEPയുടെ ഫംഗ്ഷന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് എൻവയോൺമെന്റൽ ഐഡിയാസിനൊക്കെ ആക്ഷനിലോട്ട് എത്തിക്കുന്നതിൽ UNEPക്ക് വളരെയധികം പങ്കുണ്ട്. അതുപോലെ ഫണ്ടുകളൊക്കെ എൻവയോൺമെന്റൽ റിലേറ്റഡ് ഇഷ്യൂസിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫണ്ടുകളൊക്കെ റൺ ചെയ്യാന്നുള്ളതും UNEPയുടെ അണ്ടറിൽ വരുന്ന ഒരു ഫംഗ്ഷനാണ് കേട്ടോ. മെയിൻലി ഹാർംഫുൾ കെമിക്കൽ ട്രേഡ്സുകൾ, അതുപോലെ ക്രോസ് ബോർഡർ പൊല്യൂഷൻ ഓഫ് റിവർ ആൻഡ് സീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതും UNEP തന്നെയാണ് കേട്ടോ. ഇനി UNEPയുടെ മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സെന്റർ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്, CEE എന്ന് പറയുന്നത്. ഇതേപോലെയുള്ള നമ്മൾ വേറെ ഒന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, CCE ലെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. മാറിപ്പോയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ എസ്സേയിൽ CCE കുറിച്ച് എഴുതാൻ പറയുമ്പോൾ CEE കുറിച്ചിട്ട് എഴുതി വെക്കരുത്. അപ്പം ഓർക്കാം, CEE എന്ന് പറഞ്ഞ സെന്റർ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. CCE എന്തായിരുന്നു? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ കേട്ടോ. രണ്ട് സബ്ജക്റ്റിൽ ഉള്ളതാണ്, എന്നാലും നോക്കുക. CEE അഹമ്മദാബാദിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് CEEയുടെ അണ്ടറിൽ വരുന്നത്. CEEക്ക് 41 ഓഫീസേഴ്സ് ഉണ്ട്, ഇന്ത്യയിൽ തന്നെ 41 ഓഫീസേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ റീജിയണൽ സെൽസ് ഉണ്ട്, സ്റ്റേറ്റ് ഓഫീസേഴ്സ് ഉണ്ട്, ഇന്റർനാഷണൽ ഓഫീസേഴ്സ് ഉണ്ട്, അങ്ങനെ സ്റ്റേറ്റ് ഓഫീസസ് ഒക്കെ ഉണ്ട്. ഇന്റർനാഷണൽ ഓഫീസ് വരുന്നത് ഓസ്ട്രേലിയയിലാണ് കേട്ടോ. ഇനി CEയുടെ മെയിൻ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ originated from Nehru Foundation for Development, which has been working since 1966 in science, nature studies, health, development and environment. Maybe ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത്, ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് നെഹ്റു ഫൗണ്ടേഷൻ ഫോർ ഡെവലപ്മെന്റിൽ നിന്നാണ്. ഏർലി ഇയേഴ്സിൽ കുറച്ച് ഓർഗനൈസേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ. മെയിൻലി എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനെ ആയിരുന്നു ആ ഒരു സമയത്ത് അത് ഫോക്കസ് ചെയ്തിരുന്നത്. ബട്ട് ഇപ്പോ CEE നോക്കുകയാണെങ്കിൽ എൻവയോൺമെന്റ് ആയിട്ടുള്ള അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിനെ ഒന്നും കൂടെ പ്രോപ്പർ ആയിട്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക, അതുപോലെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യുക, ബുക്കുകൾ പബ്ലിഷ് ചെയ്യുക, പോസ്റ്റേഴ്സ്, ബയോഗ്രഫീസ്, അതുപോലെ
സോറി ബിബ്ലിയോഗ്രഫീസ്, അതുപോലെ ഡിക്ഷണറീസ് ഒക്കെ എൻവയോൺമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിക്ഷണറീസ് ഒക്കെ പബ്ലിഷ് ചെയ്യാന്നുള്ളതൊക്കെ സിഇയുടെ അണ്ടറിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ റിസോഴ്സ് ബാങ്കുകളുണ്ട്, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസോഴ്സ് ബാങ്കുകൾ ഗെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ അറൌണ്ട് 800 എൻവയോൺമെന്റൽ കൺസെപ്റ്റുകളും 2500 എൻവയോൺമെന്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസും 100 ഓഫ് കേസ് സ്റ്റഡീസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ എൻവയോൺമെന്റൽ സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻസ് നടപ്പിലാക്കാൻ വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് സിഇ. ഈ സിഇയുടെ കുറച്ച് ട്രസ്റ്റ് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റോൾ ഓഫ് NCERT ഇൻ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ്. അതായത് നമ്മുടെ NCERT എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും അല്ലെ. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, NCERT എങ്ങനെയാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്കൂൾ ലെവലിൽ NCERT ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. മെയിൻലി ചെയ്യുന്നത് എൻവയോൺമെന്റ് തീമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നാഷണൽ സയൻസ് എക്സിബിഷൻ ഒക്കെ ഓരോ വർഷം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻവയോൺമെന്റൽ തീമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കൂൾ ജേർണലുകളൊക്കെ, ക്വാർട്ടർലി സ്കൂൾ ജേർണലുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നതിലൂടെയൊക്കെയാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ NCERT സ്കൂളുകളിൽ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ടീച്ചർ എഡ്യൂക്കേറ്ററിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ്, അതുപോലെ ഫിലിംസുകളൊക്കെ സ്കൂളുകളിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ സപ്ലിമെന്ററി റീഡിംഗ് മെറ്റീരിയൽസ്, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സപ്ലിമെന്ററി റീഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് NCERT എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ടീച്ചേഴ്സിന്റെ റോള് നോക്കുകയാണെങ്കിൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന് എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ ഒരുപാട് ഓർഗനൈസേഷൻസിനെ പറഞ്ഞു, ഓരോ മെത്തേഡ്സുകളെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ കൊണ്ടുവരുമ്പോൾ ടീച്ചേഴ്സിന് എന്ത് റോളാണ് അവിടെയുള്ളത് എന്നുള്ളതാണ് കേട്ടോ. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന് മെയിൻലി നമ്മൾ കുട്ടികളിലോട്ട് എത്തിക്കുന്നത് കുട്ടികൾക്ക് ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ള ലെവലിലാണ് അല്ലെ. അപ്പം കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്കിൽസ്, ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നവർക്കൊക്കെയുള്ള സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാന്, അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാന്, അതുപോലെ എൻവയോൺമെന്റൽ ഹാബിറ്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഡെയിലി ലൈഫിൽ അതൊക്കെ യൂസ്ഫുൾ ചെയ്യാനൊക്കെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻലി കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഒരു കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയൊക്കെ പഠിക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ടീച്ചേഴ്സിന്റെ റോള്. ടീച്ചേഴ്സ് എന്താണ്, ഒരു ഗൈഡായിട്ട് അല്ലെങ്കിൽ മോട്ടിവേറ്റർ ആയിട്ടാണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിലേക്ക് എത്തിക്കുന്നതിൽ ചെയ്യുന്നത് കേട്ടോ. ഇനി ടീച്ചേഴ്സിന്റെ മെയിൻ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ കുട്ടികളിലെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവയർനെസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഡിസ്കഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക, അതുപോലെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സുകളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യുക. കുട്ടികളെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അവർക്ക് എൻവയോൺമെന്റൽ ക്ലീൻലിനെസ്സിന് ആവശ്യമായിട്ടുള്ള സ്പെസിഫിക് ടാസ്കുകളൊക്കെ കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചേഴ്സിന്റെ ഹെൽപ്പോട് കൂടെ നമുക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഫീൽഡ് വിസിറ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് അതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതും അത് പ്രോപ്പറായിട്ട് നടപ്പിലാക്കുന്നതൊക്കെ ടീച്ചേഴ്സിന്റെ മെയിൻ ഫംഗ്ഷനാണ് അല്ലെ. അതുപോലെ ഏതെങ്കിലും ഒരു റെഫറൻസ് മെറ്റീരിയൽസുകളെ കുറിച്ച്, റിസോഴ്സ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള റിസോഴ്സുകളെ കുറിച്ചിട്ടൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ടീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ടീച്ചേഴ്സുകളാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ല എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ അതർ മെത്തേഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പുറത്തുനിന്ന് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നല്ല നോളജിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഗസ്റ്റുകളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാം, അവർക്ക് പ്രോപ്പറായിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ സെഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ടീച്ചേഴ്സിന്റെ റോളിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കുട്ടികളിലോട്ട് എത്തിക്കുന്നത്, ഈ മെത്തേഡുകളൊക്കെ നല്ല രീതിക്ക് കുട്ടികളിലോട്ട് എത്തിക്കുന്നത് ടീച്ചേഴ്സ് ആയിട്ടുള്ള നമ്മുടെ റോളാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ നല്ല ടീച്ചേഴ്സ് ആവുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ കുട്ടികളിലോട്ട് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്നുള്ളത്.
ആശംസിക്കുന്നു കേട്ടോ. എല്ലാവരും ടീച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നമ്മൾ സെപ്പറേറ്റ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നതിന് പകരം ഇപ്പൊ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് കൂടിയാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള റിലേറ്റഡ് ടോപ്പിക്സുകൾ വരുമ്പോൾ കുട്ടികൾക്ക് അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക, അവർക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ആസ് എ ടീച്ചർ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. ഈ മെത്തേഡ്സുകളൊക്കെ പ്രോപ്പർ ആയിട്ട് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ ഹെൽപ്പോട് കൂടെ പറ്റുള്ളൂ. നിങ്ങളുടെ ഡ്യൂട്ടിയാണ് എല്ലാവർക്കും അത് നല്ല രീതിക്ക് ചെയ്ത് നല്ല രീതിക്ക് സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് ആവാണ്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഈ ഒരു പേപ്പർ നല്ല യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു. നിങ്ങളുടെ ടീച്ചിങ് കരിയറിലും അത് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റട്ടെ കേട്ടോ. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു മിസ്.